ശ്രദ്ധിച്ച് കാണണം കേട്ടോ. 2 കപ്പ് വെളിച്ചെണ്ണയിലേക്ക് 1 കപ്പ് കടുക്, പിന്നെ ഒരു 1/4 കപ്പോളം ഉലുവ, പിന്നെ ഉണക്കമുളക് കട്ട് ചെയ്തത്, പിന്നെ കറിവേപ്പില, ഇത്ര ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതെങ്ങനെയാണ്? കടുക് ഉലുവയും മൂത്ത് കഴിയുമ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. അതിലേക്ക് ഉണക്കമുളക് ഇടുക. ചൂട് നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം കളർ മാറരുത്, അതിന് വേണ്ടിയിട്ടാണത്. പിന്നെ കറിവേപ്പില ഇടുക. എന്നിട്ട് അവിടെ മാറ്റി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നമ്മൾക്കൊരു ബോട്ടിലിലേക്ക് മാറ്റാം. ഇത് വെറുതെ നേരം കളയാൻ ഒരു മാർഗവും ഇല്ലാണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല. ഓടിപ്പടഞ്ഞ് പണിയെടുക്കണം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവരിങ്ങനെ ജോലിക്ക് ഓടുന്ന, വീട്ടിലത്തെ കാര്യങ്ങൾ, സ്ട്രെസ്സ്, ഇതൊക്കെ കൂടെ ഓടി മറിഞ്ഞ് നടക്കല്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടത്. അവർക്ക് എന്തായാലും ഇത് ഭയങ്കര ഉപകാരമായിരിക്കും. മക്കളെ ഇത് കണ്ടോളൂട്ടാ. അപ്പോൾ ഇത് തീർന്നില്ല. 2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സബോള അല്ലെങ്കിൽ ചുവന്നുള്ളി, നേരെ ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ സബോള അരിഞ്ഞിട്ടാൽ മതി. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇടുക. ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടിട്ട് തീ നന്നായിട്ട് കുറഞ്ഞ് ഒരു ലെവലായി വരുമ്പോൾ കറിവേപ്പിലയുടെ കളറ് പോവരുത്, എന്നാൽ ക്രിസ്പി ആവുകയും വേണം. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം ഇതും ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഏത് തരം, ഇനി അടുക്കളയിൽ നീ ഇത് കാച്ചിയില്ലേ, ഒരു രസമില്ല എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഇനി എത്ര പാത്രം കഴുകണം കാച്ചണമെങ്കിൽ അല്ലേ? കറി വേവിച്ചതൊരു പാത്രം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാച്ചണത് ഒരു പാത്രം, കടുക് മുഴുവൻ തെറിച്ച് വീണാൽ അതുമായി. ഈ തിരക്കിൻ്റെ ഇടയിൽ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ മോര് കാച്ചണയിലേക്ക് മോര്, ഇഞ്ചിക്കറി, നാരങ്ങ, പുളിശ്ശേരി, അതുപോലെ സാമ്പാർ, ഇതിലേക്കൊക്കെ ആ കടുകും മീൻകറി മറ്റുള്ളതിലേക്കൊക്കെ ചുവന്നുള്ളി. ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ പറയും അതിന് മണം ഉണ്ടാവില്ല മറ്റുള്ള, അതൊക്കെ അവരവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ, നമ്മൾക്ക് സമയമാണ് വലുത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് എന്നിങ്ങനെ അടുക്കളയിൽ നിന്ന് വേഗം ഇറങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ എത്ര വിരുന്നേര് വന്നാലും നമുക്ക് ഒരു കുഴപ്പമില്ല, ഇതിങ്ങനെ കാച്ചി ഒരു 2 കണ്ടെയ്നറിൽ വയ്ക്കാം. ഒരാഴ്ചക്കത്തേക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞായറാഴ്ച ഇങ്ങനെ ആക്കി വയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പോൾ പിന്നെ ഒരു മാസത്തിന് ഇരുന്നോളും. അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, അവർക്കും സമയം ലാഭിക്കാം.